പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. തന്റെ ഈ അവതാപറച്ചിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനി ഒരു ദിവസത്തെ അവധി കേൾക്കാൻ പോലും ഞാൻ തയ്യാറല്ല. അയ്യോ മേനോൻ സാറേ, അങ്ങനെ പറയരുത്. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ എന്റെ രൂപ എങ്ങനെ തരാന്ന് കരുതിയിരിക്കുന്നത്? മൂത്ത പെണ്ണിന് സ്ത്രീധനം കൊടുക്കാന്ന് പറഞ്ഞ് വാങ്ങിയതല്ലേ. പശുവും ചത്ത് മോരിലെ പുളിയും പോയി. എന്നിട്ടും കാണാ ഗുണ എനിക്ക് എന്റെ രൂപ കിട്ടണം. മേനോൻ സാർ ഇങ്ങനെ കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയരുത്. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പെണ്ണിന്റെ സ്ത്രീധനം ബാക്കി കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടേന്. കർത്താവാണ് സത്യം, ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ട്. നിങ്ങളുടെ കുമ്പസാരം കേൾക്കാൻ വന്നല്ല ഞാൻ. ഇന്ന് എനിക്ക് എന്റെ രൂപ കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. എടാ, നീ അകത്ത് കയറിയിരുന്നോ? രൂപ കിട്ടിയിട്ട് ഇറങ്ങിയാ മതി. അയ്യോ സാറേ, ഞങ്ങൾ അപമാനിക്കരുത്. അപ്പച്ചൻ പറഞ്ഞ സത്യമാണ്. ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തെ അവധി കൂടി തരണം. എടോ മേസ്ത്രി, സൗന്ദര്യവും വിദ്യാഭ്യാസമുള്ള രണ്ട് പെമ്പിള്ളേരല്ലേ ദൈവം തനിക്ക് തന്നിരിക്കുന്നത്. രണ്ടിനെയും കൂടി എന്തെങ്കിലും ജോലിക്ക് വിട്ടിരുന്നെങ്കിൽ കിട്ടുന്നോണ്ട് പലിശയിൽ അടക്കായിരുന്നില്ലേ? അങ്ങനെ ജോലി കിട്ടുക എന്ന് പറഞ്ഞ അത്രയ്ക്ക് എളുപ്പമാണോ? ഞങ്ങൾക്കാണെങ്കിൽ സഹായത്തിന് ആരുമില്ല. ആര് പറഞ്ഞു ആരുമില്ലെന്ന്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്നോട് ഒരു വാക്ക് ചോദിച്ചാൽ നിങ്ങള് നാളെ തന്നെ മക്കളെ രണ്ടിനെ ഫൈനാൻസ് കമ്പനിയിലേക്ക് പറഞ്ഞു വിട്, ഞാൻ ജോലി കൊടുത്തോളാം. അത് നല്ല കാര്യം കേട്ടോ. പെങ്കൊച്ചങ്ങൾ മനസ്സ് വെച്ച് കുറച്ച് ഓവർ ടൈമും കൂടി നിന്നാല് പലിശ മാത്രമല്ല മുതലും കൂടി അങ്ങ് അടഞ്ഞു പോകും. അതൊന്നും വേണ്ട മേനോൻ സാറേ. ഈ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് സാറിന്റെ കടം ഞാൻ വീട്ടിക്കൊള്ളാം. എനിക്കൊരു അവധി കൂടെ തരണം. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. വീടും പറമ്പും വിൽക്കാതെ മറ്റു മാർഗമൊന്നുമില്ലേ? അയാളോട് ഇനി അവധി പറയാൻ പറ്റില്ല. വൃത്തികെട്ടവനാ അയാൾ. ഇനിയും വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയാ ഇറങ്ങി കൊടുക്കേ നിവൃത്തിയുള്ളൂ. അതുമല്ല, ചേച്ചിക്ക് കൊടുക്കാനുള്ള സ്ത്രീധന ബാക്കി ഉടനെ കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ എന്റെ ചേച്ചിയുടെ ജീവിതം. താനതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും വഴിയുണ്ടാക്കാം. തൽക്കാലം നമുക്ക് ഗായത്രി ഫൈനാൻസ് ഡോക്യുമെന്റ്സ് എടുത്ത് വേറെ ഏതെങ്കിലും ബാങ്കിൽ വെച്ച് പൈസ കുറച്ച് കൂടുതൽ ആവശ്യപ്പെട്ട് നോക്കാം. കിട്ടുവാണെങ്കിൽ ഉള്ളത് നമുക്ക് ചേച്ചിയുടെ വീട്ടുകാർക്ക് കൊടുക്കാം. അതെങ്ങനെയാ? അവിടുന്ന് ആധാരം എടുപ്പിക്കാൻ പൈസ വേണ്ടേ? അതിനൊക്കെ വഴിയുണ്ട്. തൽക്കാലത്തേക്ക് ഒരു തിരുമറിക്കായി കുറച്ച് പണം കണ്ടെത്താൻ എന്നെ കൊണ്ടും പറ്റുള്ളൂ. അയ്യോ, അതൊന്നും വേണ്ട. അപ്പച്ചൻ ഒട്ടും സമ്മതിക്കത്തില്ല. കാമുകൻ കാമുകിക്ക് പണം പ്രസന്റ് ചെയ്യുക എന്നുള്ള കോംപ്ലക്സ് ഒന്നും വേണ്ട. അപ്പച്ചനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്താ, അതുപോലെ? മോൻ ഏതായാലും ഇപ്പൊ വന്നത് നന്നായി. ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കാര്യങ്ങളൊക്കെ റോസ്മേരി പറഞ്ഞു. നമുക്കാദ്യം ആ ഗായത്രി ഫൈനാൻസ് ആധാരം എടുപ്പിക്കാം. അതെങ്ങനെയാ മോനെ? എങ്ങനെ നോക്കിയാലും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ആകെ വരുമാനമെന്ന് പറയാൻ റോസ്മേരിയുടെ പേരിൽ ലിസി കുറച്ച് പണം ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഉടനെ കിട്ടും. എന്നാലും മതിയാകില്ലല്ലോ. ഏതായാലും അങ്ങനെ ഒരു ബുദ്ധി റോസ്മേരിയുടെ അപ്പച്ചന് തോന്നി നന്നായി. ഇട്ടതിന്റെ ഇരട്ടി കിട്ടുമല്ലോ. എന്തായാലും തൽക്കാലം നമുക്ക് അതെടുക്കാം. ബാക്കി പണത്തിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ ഉദരത്തിനായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വന്ന സമയത്തും പിതാവിനും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തായി കാര്യങ്ങളൊക്കെ? ജോണിക്കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? ഒക്കെ തമ്പുരാൻ വിചാരിച്ച ശരിയാവും വെച്ചു. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. കഴിഞ്ഞ വർഷം ഇവളുടെ പേരിൽ ലിസി കുറച്ച് പണം ഇട്ടിരുന്നു. അതിപ്പോ തിരിച്ചു കിട്ടു വച്ചു. അത് നന്നായി. ലിസ്റ്റിലായിരുന്നല്ലോ, വിശ്വസിക്കാം. ആട്ടെ, അത് കിട്ടിയാ തീരുന്നതാണോ പ്രശ്നങ്ങളൊക്കെ? കുറച്ച് പണം ആ ഉണ്ണികൃഷ്ണൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ആ ആധാരം ഒന്ന് എടുപ്പിക്കണം. എന്നിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാ ഒരു വഴി നോക്കണം വെച്ചു. ഒക്കെ ശരിയാവിടൂ. കർത്താവ് നിങ്ങക്ക് നല്ലതേ വരുത്തൂ. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും. എന്നാ വരട്ടെ. ആട്ടെ, ശരി അച്ഛൻ. എന്താ മോളുടെ കല്യാണക്കാരും വലുതുമായോ? ഏയ്, ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ പണം ഇട്ടിരുന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കർത്താവ് നടത്തി തരണ്ടേ? അതെ അതെ. മോൾ ഇതാ ബാഗിലോട്ട് വെച്ചേ. അതിനുശേഷം ഞാനും റോസ്മേരിയുടെ അപ്പച്ചനും കൂടി മാതാ ഫൈനാൻസിൽ ചെന്ന് മുകുന്ദ മേനോനെ കണ്ടു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മേനോൻ ഡോക്യുമെന്റ്സ് റിലീസ് ചെയ്തത്.
തുക കുറച്ച് കൂടുതൽ കിട്ടാനായി ഞങ്ങൾ ആ ഡോക്യുമെന്റ്സും കൊണ്ട് മാതൃക ഫിനാൻസിൽ ചെന്നു. ഹലോ, ആ എന്നാടാ പറയേ. വസ്തു പണയം വെക്കാനായിട്ട് കുന്നത്ത് വീട്ടിലെ ചാക്കോ മേസ്ത്രി വന്നിട്ടുണ്ട്. 2.5 ലക്ഷം വരെ ഞാൻ പറഞ്ഞു. അത് പോരെന്ന് അങ്ങേര് പറയുന്നത്. ഇതൊക്കെ നീ എന്നാത്തിനാടാ എന്നോട് പറയുന്നത്? നേരിട്ടങ്ങ് ചെയ്താ പോരെ. അതല്ല മത്തായിച്ച, അയാളിപ്പോ കടവുമായിട്ട് ആകെ നിക്കക്കളിയില്ലാത്ത നിലയിലാ. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ ആ വീടും പുരയിടും നമുക്ക് ചുളു വിലക്ക് കിട്ടും. മാത്രമല്ല ആ ഗായത്രി മേനെ നോട്ടോട്ട് വെച്ചിരുന്നതാ. അയാളങ്ങനെ അത് വാങ്ങിച്ചാ അതിന്റെ ദോഷം നമുക്കാ. വിലയുടെ കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. മത്തായത്തിനൊന്ന് സമ്മതം മൂളിയാൽ മതി. ആ എന്നാ വേണ്ടെന്ന് വെച്ചാൽ നീ തന്നെ ചെയ്തേച്ചാ മതി. ഏതായാലും വൈകിട്ട് നീ ഇങ്ങോട്ട് വിളിക്കേ. ആ 8 ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും വിൽക്കാൻ ഞങ്ങൾ ധാരണയായി. ഒരാഴ്ചക്കകം രജിസ്ട്രേഷൻ കഴിഞ്ഞ് പണവുമായി പത്തനംതിട്ടയ്ക്ക് വരാമെന്ന് റോസ്മേയുടെ അപ്പച്ചൻ പറഞ്ഞനുസരിച്ച് അന്ന് ഞാൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ പിന്നീട് പത്രത്തിൽ അവരുടെ മരണ വാർത്ത ഞാൻ കാണുന്നത്. ഒറിജിനൽ ഡോക്യുമെന്റ്സ് മത്തായി അന്ന് തന്നെ വാങ്ങി വെച്ചിരുന്നോ? ഓ, ഡോക്യുമെന്റേഷന് വേണ്ടിയാണ് അയാൾ ആധാരം വാങ്ങിയത്. പിന്നീട് എപ്പോഴെങ്കിലും രജിസ്ട്രേഷൻ നടന്നായിട്ടറിയാവോ? നാട്ടിലേക്ക് ഞാൻ പോയതിനു ശേഷം പിന്നീടുള്ള ഒരു വിവരം എനിക്ക് അറിയില്ലായിരുന്നു സർ. നിന്റെ കാമുകിയും കുടുംബവും മരിച്ചിട്ട് നീ എന്താ ബോഡി കാണാൻ പോകാതിരുന്നത്? സത്യത്തെ പേടിച്ചിട്ടാണ് ഞാൻ പോകാതിരുന്നത്. കാരണം കുവൈറ്റിലൊരു ജോലി ശരിയായി അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഞാൻ. അവിടെ വന്ന് ഞാനും റോസ്മേരിയുള്ള ബന്ധത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസിലോ മറ്റോ പെട്ടുപോയാൽ എന്റെ പോക്ക് മുടങ്ങുമെന്ന് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ് പേടിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. നീ പറയുന്നതൊക്കെ നല്ലൊരു സിനിമ കഥ പോലുണ്ട്. പക്ഷേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. കണ്ടുപിടിക്കാം. സാർ, ഞാൻ ലിസ്റ്റിൽ പോയി അന്വേഷിച്ചു. ചാക്കോ മേസ്ത്രി അവിടെ പണം വിട്ട കാര്യം ശരി തന്നെയാണ്. മുഴുവൻ തുക ഇരട്ടിയായി കൈപ്പറ്റിയ രേഖയുമുണ്ട്. ലിസ്റ്റിലേതായതുകൊണ്ട് ആ രേഖകളെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ എനിക്കറിയേണ്ടത് പണം ഇട്ടിരുന്നത് ആ ഇളയ പെൺകുട്ടിയുടെ പേരിലാണോ എന്നുള്ളതാണ്. അത് ശരിയാണ് സാർ. ഓക്കെ സാർ. സാർ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ പോകുന്നത്. അവിചാരിതമായി ചെന്നെത്തുന്ന റൂട്ടുകളും നമ്മൾ ഫോളോ ചെയ്തല്ലേ പറ്റൂ. അവൻ പറഞ്ഞതൊക്കെ പൂർണ്ണമായും സത്യമാണെന്ന് നൗഷാദിന് തോന്നുന്നുണ്ടോ? അങ്ങനെ വ്യക്തമായൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിലും കേട്ടെടുത്തോളം മത്തായി സംശയിക്കേണ്ടിയിരിക്കുന്നു സാർ. അയാളാണെങ്കിൽ സൊസൈറ്റി വളരെ ക്ലീൻ ഇമേജും പള്ളിക്കും പട്ടക്കാർക്കും വേണ്ടപ്പെട്ടവനും പരസഹായിയുമാണ്. ആ നിലയ്ക്ക് നോ 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 ഇൻവെസ്റ്റിഗേഷനിൽ ഇമേജിനോ വ്യക്തിബന്ധങ്ങൾക്കോ ഒന്നും സ്ഥാനമില്ല. ഒരിക്കൽ ജനങ്ങൾ പൂവിട്ട് പൂജിച്ച പല പകൽമാന്യന്മാരും പിന്നീട് പല ക്രൂരകൃത്യങ്ങൾക്കും അകത്തായിട്ടുണ്ട്. അപ്പോ സാർ പറഞ്ഞു വരുന്നത് നമ്മളൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുന്നു. ഇടമറ്റം മത്തായിൽ നിന്ന്. നമസ്കാരം. വരണം വരണം വരണം. സാറിനെ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സമയം കിട്ടണ്ടേ. 3-4 സംഘടനകളുടെ സ്ഥിരം പ്രസിഡന്റാ. പിന്നെ പള്ളി പെരുന്നാള്, ഫൈനാൻസ്, ഒന്നും പറയണ്ട. നിൽക്കളില്ലാത്ത ഓട്ടത്തിലാ. മിസ്റ്റർ മത്തായിയുടെ തിരക്കൊക്കെ ഞങ്ങൾക്കറിയില്ലേ. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഒരു ഇൻഫർമേഷന് വേണ്ടിയാ. ആണോ? സാറിന് എന്നെ അറിയേണ്ടത്. ഈ മരിച്ചുപോയ ചാക്കോ മേസ്ത്രിയുടെ പ്രോപ്പർട്ടി നിങ്ങളാണോ വാങ്ങിയത്? മരിച്ചതോ? കൊന്നതല്ലേ സാറേ. ക്രൂരമായ കൂട്ടക്കൊല. മനുഷ്യന്റെ ജീവനും സ്വത്തിനും വിലയില്ലാത്ത കാലമാ. എന്ത് നല്ല മനുഷ്യനായിരുന്നു ചാക്കോച്ചായൻ. പള്ളിയിൽ നിന്ന് മാറാൻ നടന്നിരുന്ന കുടുംബമായിരുന്നു. എന്നിട്ടും കർത്താവ് എങ്ങനെ വിധിയാണല്ലോ. സോറി മിസ്റ്റർ മത്തായി, ഞങ്ങൾ ചോദിച്ചതിന് ആൻസർ കിട്ടിയില്ല. സത്യം പറയാമല്ലോ സാറേ, ചാക്കോച്ചാന്റെ കാര്യം ഓർത്തപ്പോ ഞാൻ ചോദ്യം അങ്ങ് മറന്നുപോയി. എന്നാ ചോദിച്ചത്? ആ, പ്രോപ്പർട്ടി. ആ, പുള്ളിയുടെ വീട് സ്ഥലവും എന്നോട് എടുക്കണമെന്ന് പറഞ്ഞ് ചാക്കോച്ചായനും ആ ഇളയ പെണ്ണിന്റെ കാമു എന്ന് പറഞ്ഞ ചെറുക്കനും കൂടി ഇവിടെ വന്നായിരുന്നു. സത്യം പറയാമല്ലോ, ചാക്കോച്ചന്റെ കഷ്ടപ്പാട് കേട്ടപ്പോ ഞാനത് വാങ്ങാമെന്ന് വിചാരിച്ചതാ. രജിസ്ട്രേഷൻ 2 ദിവസം മുമ്പ് പറയാ വില കുറഞ്ഞു പോയി കൂട്ടിത്തരണമെന്ന്. എന്നിട്ട് വില കൂട്ടിക്കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തിയോ? എങ്ങനെ നടത്താനാ? ചാക്കോച്ചായനായതുകൊണ്ട് നിലവിലുള്ള വിലയുടെ 25% വരെ കൂട്ടിത്തരാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി. അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനാ? അത് ശരി. അപ്പൊ ഈ ചാക്കോ വാക്ക് പറഞ്ഞ പാലിക്കാത്ത ആളായിരുന്നു. അല്ല, ചാക്കോച്ചൻ അല്ല, അത് പിന്നെ എല്ലാവരും എന്തെങ്കിലും ദോഷവശം ഉണ്ടായിരിക്കുമല്ലോ. അത് സത്യവാ അല്ലേ സാറേ? മിസ്റ്റർ മത്തായി വാങ്ങിയില്ല പിന്നെ ആരാ പ്രോപ്പർട്ടി വാങ്ങിയെന്നറിയാവോ? അയ്യോ, അതെനിക്കറിയില്ല. അതിനു മുമ്പ് ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയില്ലേ ദുഷ്ടന്മാര്. അപ്പൊ മത്തായിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ? അറിയില്ല സാറേ. സാർ, ഈ കൂട്ടക്കൊല നടന്നിട്ട് ഇത്രയും നാളായിട്ട് പ്രതികളെ പിടിക്കാത്തതിൽ നാട്ടുകാർക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട്. പ്രതിഷേധിക്കാൻ നാട്ടുകാർക്ക് അവകാശമുണ്ട്. അവർ പ്രതിഷേധിച്ചോട്ട്.
കൊല്ലന്റെ ആലയിലെ ഇരുമ്പ് പോലെയാണ് മൂടി വയ്ക്കപ്പെട്ട സത്യങ്ങൾ. ഉലയിലിട്ട് പഴുപ്പിച്ച് ആഞ്ഞടിച്ചാൽ ചാരം മൂടിക്കിടക്കുന്ന ഏത് സത്യവും പുറത്തു വരും. വീണ്ടും കാണാം മിസ്റ്റർ മത്തായി. യെസ്, SP ദേവദാസ് ഹിയർ. യെസ് സർ. വരാം സർ. തന്നെ വിളിപ്പിച്ചത് വേറൊന്നിനുമല്ല, ആനമണി കൊലക്കേസ് തന്നെ തന്നെ ഏൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി വാശി പിടിച്ചപ്പോൾ ഞാൻ കരുതിയത് താൻ ഇവിടെ വന്ന് എന്തോ മാജിക്ക് കാണിക്കുന്ന. അയാൾക്കാണെങ്കിൽ ഇനി മുഖ്യമന്ത്രി കസേര ഒഴിയാൻ അധികം നാളില്ല. വെറുതെ താനായിട്ട് അയാളുടെ മാനം കെടുത്താൻ പോകണ്ട. എവിടം വരെ ആയി ഇതെന്റെ അന്വേഷണം? രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടുകമായി മാറാൻ എനിക്ക് തീരെ താല്പര്യമില്ല സാർ. മുഖ്യമന്ത്രി കസേര ഇനിയിപ്പോ സാറാണെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ് എനിക്കാണെങ്കിൽ പിടിക്കപ്പെടുന്ന യഥാർത്ഥ കുറ്റവാളികളായിരിക്കും. അതിന് ചിലപ്പോ അല്പ കാലതാമസം വേണ്ടിവരും. ആ കാലതാമസം സംബന്ധിച്ച് എനിക്കും തനിക്കും മനസ്സിലാവും. പക്ഷെ ജനങ്ങൾക്ക് അതറിയേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ തന്റെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയായി നടക്കുന്നത്? ജനങ്ങളുടെ പരാതി ദിവസവും കൂടി കൂടി വരികയില്ലേ? സാർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറ്റവാളികൾ നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടുകയല്ല, രാഷ്ട്രീയക്കാർ അവരെ രക്ഷപ്പെടുത്തുകയാണ്. താൻ അങ്ങനെ രാഷ്ട്രീയക്കാരെ അടച്ചാക്ഷേപിക്കണ്ട. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഞാനോ എന്റെ പാർട്ടിയുടെ പ്രവർത്തകരോ തന്റെ കേസിൽ ഇടപെടുന്ന പ്രശ്നമില്ല. താൻ പറഞ്ഞ കാലതാമസം ഉണ്ടല്ലോ, അതൊന്നും ഒഴിവാക്കണം. എന്നിട്ട് എത്രയും വേഗം ആ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കണം. അതാണ് ആവശ്യം. ഓക്കെ സർ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. യെസ്. എന്തായോ തന്റെ അന്വേഷണമൊക്കെ? സർ, മരിച്ച ചാക്കോയുടെ മൂത്ത മകളുടെ ഭർത്താവിനെയും ഇളയ മകളുടെ കാമുകനെയും ചോദ്യം ചെയ്തു സർ. വേറെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലേ? നോ സർ, 2 ഫിനാൻഷ്യൽസ് കൂടി ഒബ്സർവേഷനിലാണ്. യെസ് സർ, അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി സർ, കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ശരി സർ. മേ കമിൻ സർ? യെസ്. എന്തായി? സാർ, പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത് ഐക്യര വർക്ക് ചെയ്യുന്ന ഒരാളാ. ഇടുക്കിയിലൊരു കോൺട്രാക്ടറാ. മാതൃകാ ഫൈനാൻസ് ഉടമ മത്തായിയുടെ പാർട്ട്ണറുവാ. യു മീൻ ബിനാമി? സർ, ബിനാമിയാകാനാണ് സാധ്യത. ഉടനെ തന്നെ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ വർക്കിയുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ സർ. ഈ ഐക്യര വർക്കിയെ ഒരുത്തരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതെ 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 അതെ.
സത്യം പറയടാ, ചാക്കോയും കുടുംബത്തെയും കൊന്നത് നീയല്ലേ? ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. റാസ്കൽ, പിന്നെ എന്തിനാണ് നീ അപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയത്? അത് ആള് മാറിപ്പോയതാ, സാറുമാരാന്ന് അറിഞ്ഞില്ല. ആ ചാക്കോ മേസ്ത്രിയുടെ പ്രോപ്പർട്ടി വിലക്ക് വാങ്ങിയത് നീയല്ലേ? പ്രോപ്പർട്ടി വാങ്ങിയത് ഞാൻ തന്നെ, പക്ഷെ പണം കൊടുത്തത് ഇടപാട് നടത്തിയൊക്കെ മത്തായിച്ചനാ. അതെന്തിനാ അയാൾക്ക് ഇതിന്റെ പ്രോപ്പർട്ടി നിന്റെ പേര് വാങ്ങേണ്ട കാര്യം? ഫൈനാൻസിന്റെയും മറ്റും ഇൻകം ടാക്സ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് പല പ്രോപ്പർട്ടികളും മത്തായിച്ചൻ എന്റെ പേരിലാണ് വാങ്ങാറുള്ളത്. പക്ഷെ ഇങ്ങനൊരു പ്രോപ്പർട്ടി മത്തായിച്ചൻ വാങ്ങിച്ചത് ശരിക്കും ചാക്കോച്ചനെ സഹായിക്കാനാ. ആര് എന്ന് ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞാലും അലിവുള്ള മനസ്സാ മത്തായിച്ചൻ്റെത്. നൗഷാദ്, സർ, ഇവനെ വിടണ്ട, ഇവിടെ കിടക്കട്ടെ. സർ.